ഹലോ, നമസ്കാരം. നമ്മൾ വീണ്ടും വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സിമ്പിളായിട്ടൊരു വീഡിയോ ബീഫ് ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്നൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു 1.5 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നുമില്ല. അത് കുറേ മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചൊരു പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ബീഫ് ഫ്രൈ, വളരെ ടേസ്റ്റി ആയിട്ട്. ഓക്കെ, ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മുടെ നാട്ടിലേക്ക് ബീഫാണെങ്കിൽ 5-6 പിസിലടിപ്പിക്കേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ ബീഫ് നമുക്ക് ഒരു പിസിലടിപ്പിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഈ ബീഫിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം കരിയാപ്പില, അതുപോലെ അല്പം മസാലപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി 1/4 സ്പൂണ്, മല്ലിപ്പൊടി 1/4 സ്പൂണ്, ഇത് എരിയുള്ള മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം പിന്നീട് നമുക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി, മീറ്റ് മസാല. ഇത് നമുക്ക് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1.5 സ്പൂണ് മീറ്റ് മസാല, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനമേ ഉള്ളൂ. ഇത്രയും സാധനം വെച്ചാൽ നമ്മൾ ഇതിനേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം. കൂട്ടിയും കുറച്ചും ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അത് വേറെ സവോള ഇല്ല, ഇഞ്ചി ഇല്ല, ഒന്നുമില്ല, ഒന്നും വേണ്ട. ഒരു ജസ്റ്റ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബീഫ് ഫ്രൈ അത്രയേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ബീഫിന് നമുക്ക് ഒരു പീസിലടിപ്പിച്ചാൽ മതി. ഓക്കെ, നമുക്ക് കുക്കർ അടുപ്പിലോട്ട് വെക്കാം. ആക്ച്വലി കുക്കറിൻ്റെ പിസിൽ നമുക്ക് ഇതിലെ ആവി വെള്ളം വന്നിട്ട് ശേഷം ഇടുന്നതായിരിക്കും സേഫ്റ്റി. അപ്പോൾ നമുക്കിവിടെ ഇത് വെച്ചേക്കാം. ഓക്കെ, ഇതുപോലെ ആവി വന്നതിന് ശേഷം നമ്മൾ ഈ ഫിസിലിട്ട് കൊടുക്കണം. അതാണ് സേഫ്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കരടൊക്കെ വന്നിട്ട് ഇത് ബ്ലോക്കായി പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഈ ആവി വന്നതിന് ശേഷം ഫിസിലിടാമെങ്കിൽ ഏറ്റവും സേഫ് അതായിരിക്കും. ഓക്കെ, കുക്കർ ഒരു പിസിലടിച്ചു. നമ്മൾ ഓഫ് ചെയ്യണം. ആവി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പം തുറക്കാൻ പറ്റത്തില്ല. ആവി പോയി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് എണ്ണയ്ക്കത്തിടാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ആവി പോയി. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, നമുക്കിത് ഉണ്ടോ, ഒറ്റ പിസിലിന് ഇവിടുത്തെ ബീഫൊക്കെ ആകുമ്പോൾ വേഗവും. നാട്ടിലേക്ക് ആകുമ്പോൾ 5-6 പിസിലൊക്കെ അടിക്കുന്നതായിരിക്കും. ഇത് ഒറ്റ പിസിൽ. ഓക്കെ, അടുത്തതായി നമുക്ക് ഇതുപോലൊരു പാൻ വെച്ച് കൊടുക്കാം. ഓക്കെ, ചൂടായ പാനിലേക്ക് നമുക്ക് അല്പം എണ്ണ, അധികം വേണ്ട, ഒരു 1/2 സ്പൂൺ എണ്ണ മതി. കാരണം അത് നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് 1/2 സ്പൂൺ എണ്ണ നമുക്കിങ്ങനെ ഒന്ന് തൂവി കൊടുത്തിട്ട് ബാക്കി വന്ന മസാലകൾ നമ്മളാണെങ്കിൽ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, അത് മീറ്റിനകത്ത് നമ്മൾ വേവിക്കാനിട്ടതിൻ്റെ ബാക്കിയുള്ള മല്ലിപ്പൊടി ഇതിനകത്തൊന്ന് ചൂടാക്കി എടുക്കുക. മീറ്റ് മസാല, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്കൊരു 20 മിനിറ്റ് മതി ഇത് ഉപയോഗിക്കാൻ. മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ഒന്ന് ചൂടായി പച്ചമണം ഒന്ന് പോയാൽ മതി. ഇതിൻ്റെ ഒരു പച്ചമണം പോയാൽ മാത്രം മതി. അതിനുവേണ്ടി നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി പച്ചമണം മാറി ഇതിൻ്റെ ഗ്രേവി മാത്രം ഒഴിച്ച് കൊടുക്കുക. ഈ ഇറച്ചി വേവിച്ച് വെന്ത് വരുമ്പോൾ കുറേ വെള്ളം ഉണ്ടാവില്ല. ആ വെള്ളം ഒന്ന് കുറച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കുക. അത് 2 മിനിറ്റ് ഇതൊന്ന് കിടന്ന് കഴിയുമ്പോൾ ഈ ഗ്രേവി ഒന്ന് കുറുകി വരും. കുറുകി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ബീഫ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കാം. ഓക്കെ, പരുവത്തിൽ വേണമെങ്കിൽ നമുക്കിപ്പോൾ എടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ശകലം പൊടിക്ക് ഗ്രേവിയായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇല്ല, നമുക്ക് കറുപ്പിച്ച് വേണമെങ്കിൽ ഇച്ചിരി അടുപ്പിലിട്ടാൽ മതി. നല്ലപോലെ കറുത്ത് കിട്ടും. ഇപ്പം ഗ്രേവി എല്ലാം പറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ഇഷ്ടമാണ്. ഇനിയും കൂടുതൽ കറുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഈ പരുവത്തിൽ മതി, ഈ പരുവത്തിലെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ നിർത്തുവാണ്. ഇത് പരുവം
ഓക്കെ, നമുക്കിതിൻ്റെ ഫൈനലായി. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇതിനകത്തൊരു പീസ് എടുത്തോ. വളരെ ടേസ്റ്റിയാണ്, നല്ലതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് അതിൻ്റെ അഭിപ്രായം വയ്ക്കാം. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.